ഹലോ ഫ്രണ്ട്സ്, ഇടിയപ്പത്തിൻ്റെ അച്ചില്ലാതെ കൈ വേദനിക്കാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇടിയപ്പം തയ്യാറാക്കാനായിട്ടുള്ള ഒരു ചെറിയ ട്രിക്കായിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോയിലെ ആദ്യത്തെ പ്രയോജനകരമായൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാനിതുപോലെ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ ഈ ഒരു നെക്ക് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് മറ്റേ ആ ഒരു വലിയ ബോട്ടിലിൻ്റെ ആ ഒരു പാർട്ട് വേണ്ട, നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ മോപ്പിൻ്റെ സ്റ്റിക്ക് എടുക്കുക. നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇതെല്ലാം കേട് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവില്ലേ സ്റ്റിക്ക്, അല്ലെങ്കിൽ മോപ്പിൻ്റെ സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വുഡിൻ്റെ സ്റ്റിക്ക് എടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇതുപോലെ സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലിൻ്റെ ആ ഒരു നെക്ക് ഭാഗം ഇതിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് എന്തായാലും ഒരു ബോട്ടിലിൻ്റെ നെക്ക് ഇതുപോലൊരു വണ്ണത്തിൽ ഉള്ളൊരു സ്റ്റിക്കിൽ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെ വീട്ടിലുള്ള കോട്ടൻ്റെ 1-2 തുണി, ഒരുപാട് കട്ടിയുള്ളതായിരിക്കരുത്, എന്നാൽ കോട്ടൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഈസിയായിട്ട് തുടച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കോട്ടൻ്റെ തുണി എടുക്കുക കേട്ടോ. ഞാനിവിടെ 2 തുണിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചില്ല, അതിൻ്റെ മൂടി നമ്മൾ അടച്ചിട്ടില്ല. എന്നിട്ട് ഈ തുണിയുടെ മുകളിലായിട്ട് ഈ മൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കോട്ടൻ്റേതായതുകൊണ്ട് ഇതിന് നന്നായിട്ട് ടൈറ്റായി കിട്ടുന്നതാണ് കേട്ടോ. ഒരുപാട് തിക്കായിട്ടല്ല നമ്മൾ തുണി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി നമ്മളുടെ നിലത്തുള്ള അഴുക്കും വെള്ളമൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്ക് ഒട്ടും കുനിയാതെ നടുവേദനയ്ക്കാണ് നമുക്ക് തുടയ്ക്കാനായിട്ട് സാധിക്കും. മോപ്പില്ലെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ആർക്കും ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് അതേ അളവിൽ തന്നെ ഏകദേശം 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുള്ള ഒരുപാടൊന്നും ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നില്ല, നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലുകൾക്കൊക്കെ ഇതുപോലെ സ്ട്രോകളുണ്ടാവും. അപ്പോൾ ആ സ്ട്രോ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും വെള്ളം കുടിക്കുന്ന കാരണം തന്നെ അതിൽ അഴുക്ക് നിറയാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലൊരു കോട്ടൻ്റെ ചെറിയൊരു തുണി എടുക്കുക. എന്നിട്ട് ഒരു നീഡിലിൽ, അതായത് സൂചിയിൽ നൂല് കോർത്തിട്ട് ഒന്ന് താഴത്തെ കെട്ടിട്ടിട്ട് വിട്ട് വരാത്ത രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലിക്വിഡിലേക്ക് ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം സ്ട്രോയുടെ ഉള്ളിലേക്ക് ആ നീഡിൽ ഇതുപോലെ നിട്ട് കൊടുക്കാം. നല്ല വലിയ സൂചിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നതാണ് കേട്ടോ നീഡിൽ. എന്നിട്ട് ഇതുപോലെ ആ ഒരു നൂല് അങ്ങനെ മേലേക്ക് വലിക്കുക. മേലെ കൂടെ വലിച്ച് സ്ട്രോയുടെ ഇപ്പുറത്ത് വരുന്ന രീതിയിൽ വരെ അത് വലിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സ്ട്രോയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് ഈ ഒരു തുണിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ. അങ്ങനെ 2-3 തവണ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോയിൻ്റെ ഉള്ളിലുള്ള എത്ര അഴുക്കുണ്ടെങ്കിലും അത് പോകുന്ന കിട്ടുന്നതാണ്. എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോ നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി കുട്ടികളുടെ വാട്ടർ ബോട്ടിലുള്ള സ്ട്രോകളൊക്കെ നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ആക്കിയിരിക്കണം. മറ്റ് അസുഖങ്ങളും ഒന്നും വരാതിരിക്കാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കും. ഒരു 2-3 മാസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലെല്ലാം അനാർക്കലി ഹെയർ ഓയിലിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് നമുക്ക് ഫേസ് പാക്ക് പൗഡർ കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പൗഡറാണ്. മുഖത്തെ കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനും കരിമങ്ങല് ഇല്ലാതാക്കാനും പിന്നെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഗ്ലോയിങ് ആയി കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് പാക്ക് പൗഡറാണ്. നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, അതേപോലെ തന്നെ മുൾട്ടാണി മിൽട്ടി, റോസ് പെറ്റൽസ്, ലോട്ടസ് ഫ്ലവർ, അങ്ങനെ ഒത്തിരി ഒരു 20ഓളം ആയുർവേദ മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പൗഡറാണ് കേട്ടോ. സ്ത്രീ പുരുഷ ഭേദമന്യേ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്ക് പൗഡറാണ്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒരുപാട് വില കൊടുത്ത് നമ്മൾ ഓരോ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് ദീർഘനാളത്തേക്ക് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള കെമിക്കലായിട്ടുള്ള
ഫേസ് ക്രീമുകളെല്ലാം ഉപയോഗിക്കുന്ന നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് പൗഡർ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ ഉണ്ടാകുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ ഒരു ഫേസ് പാക്ക് പൗഡർ നിങ്ങൾക്ക് ദിവസേന ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഉപയോഗിക്കുന്നത് രീതിയും നമുക്ക് വളരെയധികം സിമ്പിളാണ്. ഒരല്പം ഈ ഒരു പൗഡർ എടുക്കുക, അതിലേക്ക് നിങ്ങൾക്ക് വെള്ളമോ അല്ലെങ്കിൽ പാലോ അതുമല്ലെങ്കിൽ റോസ് വാട്ടറോ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ഫേസ് ആയിരിക്കണം. എന്നിട്ട് ഈ ഒരു ഫേസ് പാക്ക് മിക്സ് ചെയ്തത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ്സ് ഏകദേശം ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങുന്ന സമയത്ത് അത് ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഡ്രൈ ആയി കിട്ടുന്നതാണ്. എന്നിട്ട് നല്ല നോർമലായിട്ടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞ് ഒരല്പം മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് ആരോഗ്യവും അഴകും ഉണ്ടാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ ആദ്യമേ പറയുന്ന ഒന്നാണ് അനാർക്കലി ഹെയർ ഓയിൽ. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയുള്ള ഹെയർ ഓയിലാണ്. ഉപയോഗിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്നത് അത് അത്രയും റിസൾട്ട് ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് തലവേദന വരാതിരിക്കാനും നീരിറക്കം വരാതിരിക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു ഹെയർ ഓയിൽ ചേർത്തുന്നുണ്ട്. അതുകൂടാതെ അകാല നിര വരാതിരിക്കാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി പെട്ടെന്ന് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വളരാനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു ഹെയർ ഓയിലിൽ ചേർത്തിട്ടാണ് കാച്ചിയെടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് കാച്ചുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് അനാർക്കലിയുടെ തന്നെ ഫെയർനെസ് ഓയിലും അവൈലബിൾ ആണ്. അത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാനും സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓയിലി സ്കിൻ അല്ലാത്ത എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ. ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഒട്ടും കൈ വേദനിക്കാണ്ട് എന്നാൽ ഇടിയപ്പത്തിൻ്റെ അച്ചു പോലും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പേർക്ക് ഇടിയപ്പം കഴിക്കാനായിട്ട് ഇഷ്ടമായിരിക്കും. പക്ഷേ ഇടിയപ്പം അതൊന്ന് പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് കൈവേദനയുള്ള കാര്യമാവും. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സൂത്രം കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ മാവ്. അപ്പോഴാണ് നമ്മൾ ഇടിയപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ പത്തിരിക്ക കുഴയ്ക്കുന്ന അതേ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ടൊരല്പം പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് നൈസായിരുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം ഉണ്ടാവരുത്, കനം കുറച്ച് വളരെ നിങ്ങളെക്കൊണ്ട് എത്രത്തോളം കനം കുറച്ച് അതൊന്ന് പരത്തിയെടുക്കാൻ സാധിക്കും അത്രയും കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്ലേഡാണ് കേട്ടോ. ഏറ്റവും പുതിയത്, ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത ബ്ലേഡ് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ കുട്ടികൾ ഒരിക്കലും ചെയ്യരുത്, കൈ മുറിയാനായിട്ട് 100% ചാൻസ് ഉള്ളതാണ്. അപ്പോൾ മുതിർന്നവർ മാത്രം ഇത് ചെയ്യാം. നമ്മളിപ്പോൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെയധികം കനം കുറച്ചിട്ടാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് വെച്ചതിന് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എത്ര തരത്തിൽ കനം കുറവിലാണ് വേണ്ടത് ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക കേട്ടോ. ബ്ലേഡ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും കനം കുറഞ്ഞതായതുകൊണ്ട് നമുക്ക് ഒരുപാട് മാവ് ചീത്തയാവാതെ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം കനം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ മാവ് നമ്മൾ പരത്തിയെടുത്തുള്ള ഒരല്പം പൊടി ചേർത്തിട്ടാണ്. ഇനി അതെല്ലാം ഒരല്പം എണ്ണ തേച്ചിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളത്. കാരണം നീളത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇതുപോലെ മുറിച്ചെടുക്കാം. നമുക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ മുറിക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുപോലും ഒട്ടാതെ നമുക്കിതുപോലെ ചുറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൂടാതെ ഞാൻ 2 എണ്ണം ഒരേ സമയം ഇതുപോലെ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി തീരുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇന്ന് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെന്ത് കിട്ടുന്ന സമയത്ത് കണ്ടോ ഒന്നുപോലും തമ്മിൽ ഒട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കൈ വേദനിക്കുന്നു എന്നുള്ള പരാതി ഇനിയും ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ടും വിട്ടുപോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.